നീ പരിപ്പോടെ. എന്റെ പേര് പരിപ്പോടെന്നല്ല, അമ്മണിക്കുട്ടി. പിണങ്ങാ ഒരു ചായ താടി പെണ്ണേ. ഒരു ചായ എനിക്കും. ചായ വേണ്ടതല്ല, ഇങ്ങോട്ട് വാ. കടയെന്ന് കെട്ടി ചുവന്നുകൊണ്ടിരുന്നതും പോരാ, നീയൊക്കെ ഇരിക്കുന്നിടത്തുകൊണ്ട് തരണം. വെറുതെ അല്ല, കാശ് കൊടുത്തിട്ടാ. ആ കാശ് എനിക്ക് വേണ്ടെങ്കിലോ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അമ്മണിക്കുട്ടി കച്ചവടത്തിന് വരുന്നതല്ല, ആ പേരും പറഞ്ഞേ വിക്രമനെ കാണാൻ വരുന്നതാ. അത് കട വെച്ച് കണ്ടാ പോരെ? വിക്രമന്റെ താമസവും കിടപ്പും എല്ലാം കട തന്നെയല്ലേ? എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ വെച്ച് കാണും, ആർക്കും ഒരു നഷ്ടമില്ലല്ലോ. ആ, ഞങ്ങൾക്ക് എന്താ നഷ്ടം? ഒരു വട ഇതാ. ഇന്ന് വട തിന്നണ്ട. അതെന്താ? തരാൻ മനസ്സില്ല. ഈ കണക്കിന് നീ കുഴയുമല്ലോടോ വിക്രമ. എന്തോന്ന് കുഴച്ചില്ലേ? ഈ വായാടി പെണ്ണിന് നീ എങ്ങനെ പൊറപ്പിക്കും? അത് കല്യാണം കഴിഞ്ഞല്ലേ, നല്ല ഇടി വെച്ചു കൊടുക്കും. എന്നെ ഇടിക്കോ? കല്യാണം കഴിഞ്ഞാ പിന്നെ ഇടിക്കാതിരിക്കാൻ പറ്റുമോ? എന്നെ ഇടിച്ചാ ഞാൻ ദേ ഇങ്ങനെ ഇടിക്കും. എന്ത് വേണം? എന്തു വേണമെന്ന് ചോദിച്ചാ തിന്നാൻ എന്തുണ്ട്? പുട്ടും പപ്പടം ഉണ്ട്. ഇന്നലത്തേതാണോ? അത് തിന്നും പറയാം. ശരി, തിന്നോളെ. പുട്ടും പഴം പോരട്ടെ? മര്യാദയോട് കാണിക്കുന്നു. എനിക്ക് നിങ്ങളുടെ കാശും വേണ്ട, കച്ചവടവും വേണ്ട. ഇറങ്ങി പോയാ മതി. നിന്നെ എടുത്തോടാ. എന്താ താമസിക്കണ്ട, എടുത്തോളാ പറ്റി. അവന്മാരെ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. പോട്ടെ, നാശങ്ങള്. കടയിൽ വെച്ച് വഴക്കുണ്ടായാൽ നമുക്കല്ലേ നാണക്കേട്. ഒരു കാര്യം എനിക്ക് പറയണം, അമ്മണിക്കുട്ടി എനിക്ക് കല്യാണം ചെയ്തു തരാൻ പറ്റുമല്ലയോ? ഇപ്പൊ അറിയണം. കല്യാണം ചെയ്തു തരാമെന്ന് ഞാൻ സമ്മതിച്ചതല്ലേ വിക്രമ? എങ്കിൽ അത് ഉടനെ വേണം. അമ്മണിക്കുട്ടി ഇനി ഇങ്ങനെ കടയിൽ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ പോയി ഒരു മുഹൂർത്തം കുറിപ്പിച്ചുകൊണ്ട് വാ, കല്യാണം നടത്തിയേക്കാം. ലഗ്നരാശിയിൽ വ്യാഴം 7-ലാണെങ്കിലും അഷ്ടമത്തിലെ ചൊവ്വയുടെ ദൃഷ്ടി ഉള്ളതിനാൽ ശുഭകാര്യങ്ങൾ വിഘ്നപ്പെടാനാണ് ന്യായം. അത് മാത്രവുമല്ല, ജാതകവശാൽ നമുക്കിപ്പോൾ കണ്ടകശനിയാണ്. ചൊവ്വയും ശനിയൊക്കെ അവന്റെ അമ്മയുടെ അങ്ങ് പോകാൻ പറ. ഈ ആഴ്ച നടത്താൻ ഒരു മുഹൂർത്തം കുറിച്ചെന്ന്. അതെങ്ങനെ കുറിക്കും? സമയം അനുകൂലമല്ലല്ലോ. ഇനി അനുകൂലമാവും നോക്ക്. നോക്കട്ടെ, ഒന്ന് പുനർചിന്തനം ചെയ്യാം. ഈ ആഴ്ച തന്നെ വേണമല്ലേ? പിന്നെ ശരി, വ്യാഴാഴ്ച രാവിലെ 9-നും 10-നും ഇടയ്ക്കുള്ള മുഹൂർത്തം ആയിക്കോട്ടെ. എന്താ ഇത്? ആ ലോറിയിൽ വന്ന് വഴക്കുണ്ടാക്കിയവര് എന്റെ മോളെ.
അങ്ങനെ ഒന്ന് ഭദ്രൻ മാത്രം പിടിതരാതെ ഓടി രക്ഷപ്പെട്ടു. അവനെ കൂടെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ജയിലിൽ നിന്ന് പോരാൻ സമ്മതിച്ചതും അതിനു വേണ്ടി മാത്രമായിരുന്നു. വിക്രമേട്ട, വത്സല, ക്ഷമിക്കണം. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി ഞാൻ വെറുതെ സ്നേഹം ഭാവിച്ചെന്നേ ഉള്ളൂ. വിധി അനുവദിച്ചാൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് വീണ്ടും കാണാം. വട്ടെ. സാറേ, വലിയ മിടുക്കായി പോയി. ചുറ്റിനും പോലീസുകാരെ കാവൽ നിർത്തിക്കൊണ്ട് വേല ഇറക്കായിരുന്നല്ലേ? ഇങ്ങോട്ട് വേല ഇറക്കുമ്പോ അങ്ങോട്ടും വേല ഇറക്കില്ലേ മോശമല്ലേ വിക്രമ? ശരി, എന്റെ മുറിയേതാ? പഴയ മുറി തന്നെ. നേരെ ചെല്ലേ പോ. മോള് ധൈര്യം പറഞ്ഞെങ്കിലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. സൗകര്യം കിട്ടിയ ഇങ്ങനെ ഒളിച്ചോടുന്ന ഒരാളിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നായിരിക്കും. എന്തായാലും അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ സംസാരിച്ചു നോക്കട്ടെ. ഞാനിനി എന്ത് ചെയ്യണമെന്ന് ഏമാൻ തന്നെ പറയൂ. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ കാരണമാണ് നിനക്കിങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് വീട്ടുകാരോട് പറഞ്ഞോ? ഇല്ല ഏമാനെ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആളാരെന്ന് പറയാത്തോണ്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ശാരദ, ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറെ രൂപ തരാം. അത് കൊണ്ടുപോയി. എനിക്ക് രൂപ വേണ്ട ഏമാനെ, ഒരു ഭർത്താവിന് മതി. ഞാൻ നിന്നെ വിവാഹം ചെയ്യാനോ? അത് നടക്കില്ലെന്ന് എനിക്കറിയാം ഏമാനെ. എനിക്ക് പേരിനൊരു ഭർത്താവിന് തന്നാ മതി. ഏത് പുരുഷനായാലും ഞാൻ സ്വീകരിച്ചോളൂ. പാല് കച്ചവടം ചെയ്ത് ഞാൻ അയാൾക്കൂടെ ചെലവിന് കൊടുത്തോളാം. ശരി, എന്ത് ക്ലേശം സഹിക്കേണ്ടി വന്നാലും ഞാൻ ഒരാളെ കണ്ടുപിടിച്ച് നിന്റെ വിവാഹം നടത്തും. പക്ഷേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റേതാണെന്ന് മാത്രം ആരോടും പറയരുത്. ഇല്ലേ മോനെ, മരിക്കുന്നവരെ പറയുന്ന ആരോടും പറയാതെ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയെടുക്കും. മിടുക്കനായിട്ട് വളർത്തിയെടുക്കും. ഒരു പാവപ്പെട്ട സ്ത്രീയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഞാനന്ന് ചെയ്തത്. അതിനുശേഷം നിന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ജയിൽ റെക്കോർഡ് പരിശോധിച്ചപ്പോഴാണ് നീ എന്റെ മകനാണെന്ന് മനസ്സിലായത്. ഈ രഹസ്യം നിന്നെ അറിയിക്കാതിരിക്കാനായിരുന്നു എന്റെ ശ്രമം. അറിയിക്കാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈശ്വരൻ സമ്മതിച്ചില്ല. അപ്പോൾ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതെ മോനെ, എന്നോട് ക്ഷമിക്കൂ. എന്റെ അമ്മ. അതൊന്നും ഇനി എന്നെ ഓർമ്മിപ്പിക്കരുത്. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ മുതൽ നീ പരിപൂർണ സ്വതന്ത്രനാണ്. നിന്നെ തടയാൻ ആരും ഇവിടെ ഉണ്ടാവില്ല. നിനക്ക് പോകണമെങ്കിൽ പോകാം. ഇനി ഞാൻ പോവില്ല. എനിക്കും അച്ഛനുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാനും കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനെ അനുസരിക്കാൻ മകനൊരു മോഹം. പറയൂ, അച്ഛന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയൂ. മോനെ,
ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറയൂ. കൊല്ലപ്പെട്ട നിന്റെ ജ്യേഷ്ഠൻ ജയമോഹനെയും നിന്നെയും കണ്ടാൽ ആരും തിരിച്ചറിയില്ല. അവനെ കൊല ചെയ്തവരെ പിടിക്കാൻ വേണ്ടി അവന് പകരം നീ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കണം. അത് ഞാൻ വിഷമിക്കണ്ട. അതിനു വേണ്ട എല്ലാ പരിശീലനങ്ങളും ഞാൻ തരാം. ഡിയർ മുത്തച്ഛൻ, എല്ലാവരും ഞങ്ങളെ മറന്നോ? ഞങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ അച്ഛനും അമ്മയും അവരെ കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആരുമില്ലേ എന്ന് അവരൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. ഞങ്ങൾക്ക് മമ്മയില്ലാത്തത് കൊണ്ടാണോ ഞങ്ങളെ ആരും തിരക്കാത്തത്? ഡാഡിയെ ഇങ്ങോട്ട് വിടാമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഇതുവരെ വിട്ടില്ലല്ലോ. ഈ വരുന്ന 10-ാം തീയതി ഞങ്ങളുടെ സ്കൂൾ ഡേ ആണ്. അന്ന് ഡാഡിയും മുത്തശ്ശനും ആന്റിയും വരണം. ഞങ്ങൾ കാത്തിരിക്കും എന്ന് മുത്തശ്ശന്റെ ബാബു, മിനി.
മുത്തച്ഛൻ വന്നില്ലേ മുത്തച്ഛൻ വന്നില്ലേ പൊന്നച്ഛൻ വന്നില്ലേ മുത്തച്ഛൻ ഇല്ലേ ഞങ്ങൾക്കാരും ഇത്തിരി സ്നേഹം പകരാൻ അമ്മയില്ല പൈതങ്ങൾ ഓ ഞങ്ങൾ കണ്ണീരിലോ ഇന്നും കണ്ണീരിലോ അമ്മയില്ല പൈതങ്ങൾ ഓ ഞങ്ങൾ കണ്ണീരിലോ ഇന്നും കണ്ണീരിലോ